ഋഷി ഫോണിൽ CCTV ഫുട്ടേജ് ഓൺ ചെയ്തു. വിജനമായ പാതയിൽ 2 വാഹനങ്ങൾ മാത്രം അത്യധികം വേഗത്തിൽ പാഞ്ഞു വരുന്ന ജീപ്പ് കുറച്ചു മുമ്പിലുള്ള കാറിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ഋഷിയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. മറിഞ്ഞ കാറിലേക്ക് വീണ്ടും ശക്തമായി ഇടിക്കുന്ന ജീപ്പിലേക്ക് ഋഷിയുടെ നോട്ടം പതിച്ചു. ശരീരം വലിഞ്ഞു മുറുകി. ഇടിയുടെ ആഘാതത്തിൽ ചെരുവിലേക്ക് മറിയുന്ന യോഗിയുടെ കാർ. ദേഷ്യം നിറഞ്ഞ കണ്ണുകളിലുണ്ടായ നീർത്തിളക്കം വിഷ്ണുവും അജയും കണ്ടു. അവരിലും അതേ പകയും വേദനയും ഒരേപോലെ നിറഞ്ഞു. ഋഷിയുടെ അലർച്ച അവിടെ ആകെ പ്രതിധ്വനിച്ചു. അതേടാ, അവൻ തന്നെ, ആ ജീപ്പ് ആൽഫിയുടെ. വിഷ്ണു പറഞ്ഞു. എവിടെയുണ്ടെങ്കിലും എനിക്കവരെ വേണം. ടേബിളിന് മുകളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. ഇന്ന് അവന്റെ അങ്കിളിന്റെ പുതിയ ബാർ ഉദ്ഘാടനമായിരുന്നു, അവിടെ ഉണ്ടാവും. അജയ് പറഞ്ഞു തീരും മുമ്പ് തന്നെ ഋഷി ബുള്ളറ്റിന്റെ കീ കബോർഡിൽ നിന്ന് എടുത്തു. മൂവര് രാത്രി വരെ ബാറിനടുത്തുള്ള വഴിയിൽ കാത്തിരുന്നു. മദ്യപിച്ച് കുഴഞ്ഞാടി ഏതോ പെണ്ണിന്റെ തോളിൽ കൈയിട്ട് വരുന്ന ആൽഫിയെ ദൂരെ നിന്ന് ഋഷിയും കൂട്ടിയും കണ്ടു. പെട്ടെന്ന് വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് മാറിയുന്ന ആൽഫിയെ വിഷ്ണു അജയും കാറിലേക്ക് വലിച്ചിട്ടു. മാത്യുവിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മടങ്ങുന്ന വഴിക്കായിരുന്നു വഴിയോരക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന യോഗിതയും ശ്രീനിവാസനെയും മായയും അവർ കാണുന്നു. നോക്കുമാറേ, തേടിയവള്ളി കാലം ചുറ്റി. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഫിലിപ്പ് പറഞ്ഞു. ഫിലിപ്പ് പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയ ആൽഫിയുടെ കണ്ണുകൾ പകയോടെ എരിഞ്ഞു. അവന്റെ ഓർമ്മയിൽ കോളേജിൽ അന്നുണ്ടായ കാര്യങ്ങൾ കടന്നു വന്നു. വാഗമരത്തങ്ങളിൽ ഇരിക്കുമ്പോഴായിരുന്നു കൂട്ടുകാരുടെ സംസാര വിഷയത്തിൽ ആൽഫി കടന്നു വന്ന്. പെമ്പിള്ളേര് കുറെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു തീവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സിഗരറ്റ് ആസ്വദിച്ചു വലിക്കുന്ന ആൽഫിയെ ചൂണ്ടി ശരത്ത് പറഞ്ഞു. പെണ്ണിനെ ഇഷ്ടമില്ലാണ്ടിരിക്കോ, അതും എന്നോട്? വാഷലും ചിരിയോട് ആൽഫി പറഞ്ഞു. എന്റെ മോനെ, ഇഷ്ടം എന്നാ നീ ഉദ്ദേശിച്ചല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ഐ ലവ് യു എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ശരത്ത് പറഞ്ഞു. അതെങ്ങനെയാ, അളിയൻ സഞ്ചരിക്കുന്ന ഡേറ്റിംഗ് ആപ്പല്ലേ? ജോൺ പറഞ്ഞു കേട്ട് അവിടെ ആ കൂട്ടച്ചിരിയായി. നിർത്താ, ആൽഫി അലറി. നീയൊക്കെ എന്താ പറഞ്ഞു വരുന്നേ? സംശയത്തോടെ ആൽഫി അവരെ നോക്കി. ഒന്നുമില്ലളിയ, നീ പറയുന്ന പോലെ തരണീമണികളെല്ലാം നിന്റെ പുറകിൽ വരുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാളെ കൊണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയിപ്പിക്കാൻ നോക്ക്. അപ്പൊ അറിയാം എന്ത് കണ്ടിട്ടാ നിന്റെ കൂടെ ഈ പറയുന്ന ആരാധികമാർ കൂടുന്നെന്ന്. ശരത്ത് പറഞ്ഞു നിർത്തി. അത്രയേ ഉള്ളൂ, എന്തിനാ അതിനെ വൈകിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ തെളിയിക്കാം. ആൽഫി അതും പറഞ്ഞു കയ്യിലെ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കെടുത്തി. അതേസമയമാണ് കോളേജ് വരാന്തയിലേക്ക് കയറാൻ പോകുന്ന യോഗിയെ ആൽഫി കാണുന്നത്. ഏയ്, ഒന്ന് നിന്നേ. ആൽഫി യോഗിയെ വിളിച്ചു. യോഗിയും ചുറ്റുമുള്ള 2-3 കുട്ടികളും ഒരുപോലെ ആൽഫിയുടെ വിളികേട്ട് നോക്കി. നിങ്ങളല്ല, ഈ കുട്ടി, ഇറങ്ങി വന്നേ. യോഗിതയെ നോക്കി ആൽഫി പറഞ്ഞു. യോഗിത മടിച്ചു വാഗച്ചുവട്ടിലേക്ക് നടന്നു. എന്താ മോളുടെ പേര്? യോഗിത. ഏതാ ഡിപ്പാർട്ട്മെന്റ്? BSc കെമിസ്ട്രി. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ക്രഷ് പോലെ? ആൽഫി അവളുടെ മുഖത്തിനടുത്ത് തന്നെ മുഖടുപ്പിച്ച് ചോദിച്ചു. ഇല്ല, യോഗി വിറച്ചുകൊണ്ട് പറഞ്ഞു. കൂട്ടുകാരുടെ ആക്കിയുള്ള ചിരി ആൽഫിയെ ചൊടിപ്പിച്ചു. എന്നാലും മോള് ചേട്ടനോട് ഒരു ഐ ലവ് യു പറയും. കേട്ടാ നല്ല ഫീലാവുന്ന ഐ ലവ് യു. അല്പം ശബ്ദം ഘടിപ്പിച്ച് ആൽഫി പറഞ്ഞു. ഇല്ല, എനിക്ക് പോണം. യോഗിത അവിടെ തിരിച്ചു പോകാൻ നിന്നു. ഏയ്, നിന്നോട് പറഞ്ഞ ചെയ്തിട്ട് പോയാ മതി. ആൽഫി ആൾക്കുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ക്ലാസ്സിൽ പോണം, വഴി മാറി. അത്രയും പറഞ്ഞ് പോവാൻ ശ്രമിച്ച യോഗിതയുടെ കയ്യിൽ ആൽഫി കടന്നു പിടിച്ചു. എന്താടി, നിനക്ക് പറഞ്ഞതനുസരിച്ചാ? പറയുന്നതിനനുസരിച്ച് അവളുടെ മേലുള്ള പിടുത്തം മുറുകി വന്നു. വേദന കൊണ്ട് യോഗിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് ആൽഫി നിലത്തേക്ക് തെറിച്ചു വീണത്. ക്യാമ്പസിൽ വെച്ചുണ്ടായ അപമാനം അവന്റെ കണ്ണിലെ പകയായി മാറി. ആൽഫി ദാ. ആലോചിച്ചിരുന്ന ആൽഫിയെ ഫിലിപ്പ് വിളിച്ചു. ആൽഫി വേണ്ട, ഫിലിപ്പ് അവന്റെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞു. കുറച്ചേരം കാത്തിരുന്ന് യോഗിയുടെ കാർ പോയ ശേഷമാണ് ആൽഫി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ആൽഫി വേണ്ടടാ, ഫിലിപ്പ് അവനോട് പറഞ്ഞു. മിണ്ടാണ്ടിരിക്കടാ, എനിക്കുണ്ടായ അപമാനം ഓർക്കുന്നില്ലേ നീ? ഇവള് കാരണമല്ലേ? എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ടാ, സമാധാനം കളയുന്നത് എന്താണെങ്കിലും പരിഹാരം കാണുന്നു. ഇതിനൊന്നേയുള്ളൂ പരിഹാരം. ക്രൂരമായ ചിരിയോടെ ആൽഫി ജീപ്പിന്റെ വേഗത കൂട്ടി. ആളൊഴിഞ്ഞൊരു മലഞ്ചെരുവെത്തിയപ്പോൾ ആൽഫി ജീപ്പ് നേരെ കൊണ്ടുപോയി കാറിലേക്ക് ഇടിച്ചു. ആദ്യത്തെ ഇടിയിൽ കാര്യമായിട്ടൊന്നും പറ്റില്ലെന്ന് കണ്ടപ്പോൾ ആൽഫി ജീപ്പ് റിവേഴ്സ് എടുത്ത് അടുത്ത പ്രഹരത്തിൽ കാറ് ചെരുവിലേക്ക് മറിച്ചു. ആൽഫി ഡാ, നീ എന്തീ കാണിച്ച്? ഫിലിപ്പ് അവന്റെ ഭാവം കണ്ട് ചോദിച്ചു. പോയി നോക്കാം വല്ലതും ജീവനോടെ ഉണ്ടോന്ന്. അതും പറഞ്ഞ് മലയടിവാരത്തിലേക്ക് അവൻ ജീപ്പ് തിരിച്ചു. അടിവാരത്തിലെത്തിയ ആൽഫിയും ഫിലിപ്പും ജീപ്പിൽ നിന്നിറങ്ങി തകർന്നു കിടക്കുന്ന കാറിനരികിലേക്ക് നടന്നു. ചെറിയ ഞരക്കത്തോടെ കാറിൽ നിന്ന് തെറിച്ചു വീണ് കിടക്കുന്ന യോഗിതയെ അവർ കണ്ടു. പുന്നാര മോള് ചാവുകയില്ല.
ജീൻസിന്റെ പോക്കറ്റിൽ നിർത്തി ചെറിയ പാക്കിലെ പൊടി അവൻ കയ്യിൽ തട്ടിയിട്ട് നാസികയിലേക്ക് തിരികെ. ചുറ്റുമുള്ളതൊക്കെ അവ്യക്തമായെന്നായി അവന് തോന്നി. യോഗ്യതയുടെ അടുത്തേക്ക് നടന്നെടുത്ത് അവൻ അവളെ വെറുപ്പോടെ നോക്കി. ഒന്ന് കരയാൻ പോലും ആവാതെ കണ്ണുകൾ പാതി തുറന്ന് അവൾ ശ്വസിക്കാൻ ആയാസപ്പെട്ടു. ക്രൂരമായ ചിരിയോടെ ആൽഫി ബൂട്ടിട്ട കാൽ യോഗ്യതയുടെ കഴുത്തിൽ അമർത്തി. ശ്വാസത്തിനായി പിടഞ്ഞുകൊണ്ട് അവന്റെ കാൽ കീഴിൽ അവൾ ഞെരിഞ്ഞു. അവളുടെ പിടച്ചിൽ അവസാനിക്കുന്നവരെ അവനത് തുടർന്നു. ആൽഫി, ആറ് വരുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്ന വെളിച്ചം കണ്ട് ഫിലിപ്പ് ആൽഫിയെ വിളിച്ച് ജീപ്പ് എടുത്തുപോയി. തൂങ്ങിയാടുന്ന ആൽഫിയുടെ മുഖത്ത് വിഷ്ണു വെള്ളമൊഴിച്ചു. കെട്ടിത്തൂക്കിയ ആൽഫിയുടെ ശരീരത്തിൽ ഋഷി കമ്പി കൊണ്ട് ആഞ്ഞടിച്ചു. വേദനയിൽ ആൽഫി അലറിക്കരഞ്ഞു. കിട്ടിയില്ല ഋഷി? വിഷ്ണു ചോദിച്ചു. ഋഷി കയ്യിൽ കരുതുന്ന ഡ്രഗ്സ് സിറിഞ്ചിൽ നിറച്ച് ആൽഫിയുടെ അടുത്ത് വന്നു. എന്തിനാടാ, എന്ത് തെറ്റാണ് ആ പാവം ചെയ്തേ? നീ ഇല്ലാണ്ടാക്കിയത് എന്റെ പ്രാണനായിരുന്നു. സ്നേഹിച്ച് കൊതി തീരും മുമ്പ് അറുത്ത് മാറ്റിയില്ലടാ നീ. ഋഷി ആൽഫിയുടെ ശരീരത്തിൽ ഹൈഡോസ് മയക്കുമരുന്ന് കുത്തിയിറക്കി. പ്രശസ്ത വ്യാവസായിക പ്രമുഖൻ മാത്യു കളത്തിലിന്റെ മകൻ ആൽഫിയു മാത്യു കളത്തിൽ അമിത മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞു അല്ലേടാ വിഷ്ണു? അജയ് പുച്ഛത്തോടെ ചോദിച്ചു. ആൽഫി ചെറിയ മയക്കത്തിലും ഞെട്ടി അവരെ നോക്കി. ആരിലും കരുണയുടെ ഒരു അംശം പോലും ഇല്ലെന്ന് അവന് മനസ്സിലായി. നിന്റെ അപ്പന്റെ സ്വാധീനം കൊണ്ട് നീ അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നതുണ്ടാവില്ല. ഋഷി ആൽഫിയുടെ നെഞ്ചിൽ ചവിട്ടി. അപ്പോഴേയും കുത്തിവെച്ച മരുന്ന് അവന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ബോധം പറഞ്ഞ ആൽഫിയെ അവർ അവന്റെ കാറിൽ തന്നെ മലഞ്ചെരുവിൽ എത്തിച്ചു. ഋഷിയും കൂട്ടരും ആളൊഴിഞ്ഞ സ്ഥലം നോക്കി നിർത്തി. ആൽഫിയെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഋഷിയും അജയും വിഷ്ണുവും ആൽഫി ഇരുന്ന കാറ് ചെരുവിലേക്ക് തള്ളിവിട്ടു. നിയന്ത്രണം വിട്ട കാറ് പലതവണ മറിഞ്ഞ് താഴേക്ക് പതിച്ചു. പിറ്റേന്ന് ആൽഫിയുടെ മരണവാർത്ത കേട്ട ഋഷി വിഷ്ണുവിനും അജയോടൊപ്പം യാത്ര പാരീസിലേക്ക് തിരിച്ചു. ഋഷി മെല്ലെ കണ്ണു തുറന്നു. മുന്നിൽ പുക മാത്രം. ലവ് ലോക്ക് ബ്രിഡ്ജിൽ ആകെ മഞ്ഞു മൂടി. യോഗ്യതയോടൊപ്പം താൻ വരാൻ കൊതിച്ച ഇടം. അവൾ അവസാനമായി വന്നുപോയതും ഇവിടെ. ഋഷി മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. തണുത്ത കാറ്റ് അവനെ തഴുകിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം യോഗ്യതയുടെ സാമീപ്യം അവൻ അനുഭവപ്പെട്ടു. യോഗി പറഞ്ഞു തീരും മുമ്പേ കാറ്റിൽ പറന്നെന്തോന്ന് അവന്റെ മുഖത്തേക്ക് വീണു. ഒരു ചെറിയ പേപ്പർ കഷ്ണമാണ്. അവനത് എടുത്തു നോക്കി. നീ എന്റെ മാത്രം ഭ്രാന്താണ് ഋഷി. മറ്റാർക്കും പകരാൻ കഴിയാത്ത, മറ്റൊരാളിലേക്കും പകരാത്ത എന്റെ മാത്രം ഭ്രാന്ത് ഋഷി യോഗ്യത. മണ്ണും പൊടിയും പറ്റി മുഷിഞ്ഞിരിക്കുന്നു. അക്ഷരങ്ങൾ കുറേയൊക്കെ അവ്യക്തമായിരിക്കുന്നു. ഋഷി ആ കടലാസ് നെഞ്ചോട് ചേർത്തു. അവന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ കണ്ണീർ നിലത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഋഷിയെ തഴുകി ഒരു ഇളം കാറ്റ് അവിടെ പോകുന്നുണ്ടായിരുന്നു. പകയും പ്രതികാരവും നീതിയും നടപ്പിലാക്കി. എന്നിട്ടും എന്തിനെന്നറിയാതെ ഒരു പ്രണയത്തിന്റെ അവശേഷിപ്പായി ഞാൻ. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വീശുന്ന തണുത്ത കാറ്റിനെ കൈകൾ വിടർത്തി തന്നിലേക്ക് ആവാഹിച്ചു. അതേ പെണ്ണെ, ഭ്രാന്താണ് എനിക്ക്, അന്നും ഇന്നും എന്നും.